ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി, അതായത് BS3 മോഡൽ വണ്ടിയാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം നിലവിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കീസെറ്റ് ഈ മൊബിലൈസർ എന്ന് പറയുന്ന യൂണിറ്റ് കംപ്ലൈൻ്റ് ആയിട്ടാണ്. ഇതിനകത്ത് നോക്കുമ്പോൾ താക്കോലിൻ്റെ ചിഹ്നം ഓണായിട്ട് നിൽക്കുന്നുണ്ട്, താക്കോൽ ചിഹ്നം ഓണായിട്ട് നിൽക്കുന്നു. അങ്ങനെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും BS3 മോഡൽ ഹീറോ മാസ്റ്റർ എഡ്ജിനുള്ളൊരു കംപ്ലൈൻ്റ് ആണത്. ആ മോഡൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വണ്ടി സ്റ്റാർട്ടാവില്ല. CDI നിന്ന് പവർ ജനറേറ്റർ ആവില്ല. യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് CDI യൂണിറ്റ് വന്നത്. ശരിക്കും കീസെറ്റിൻ്റെ ഈ മൊബിലൈസർ എന്ന് പറയുന്ന യൂണിറ്റ് ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇതേപോലെ ഒരു അഡീഷണൽ എക്സ്റ്റൻഷൻ വയർ വന്ന മോഡലാണത്. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാതെ, ഇപ്പം നമുക്ക് ശരിക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ താക്കോൽ സെറ്റ് ഫുൾ സെറ്റ് മാറണം. താക്കോൽ സെറ്റ് മാറ്റണ സമയത്ത് ഓൾറെഡി DMS കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ DMSൽ കയറി ഷോറൂമിൽ കയറിയിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ചെയ്യണ സമയത്ത് എന്തെങ്കിലും ഇറർ വന്നാൽ ഈ കീസെറ്റ് ഉണ്ടല്ലോ, ഈ കീസെറ്റ് വീണ്ടും ഡാമേജ് പോകും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. സ്വാഭാവികമായിട്ടും വീണ്ടും റിപ്പീറ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും കംപ്ലയിൻറ്റ് വരാൻ, ഈ സെയിം കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ളൊരു സാധ്യതയും നിലവിലുണ്ട്. അത് നിലവിൽ ശരിക്കും പറഞ്ഞാൽ BS3 മോഡൽ വണ്ടികളിൽ ആണ് ഇത് ഇമ്പിൾഡായിട്ട് വന്നത്. ആ സംഭവം നേരെ ബൂമറാങ്ങായിട്ട് തിരിച്ചടിച്ചു എന്ന് തോന്നിയപ്പോൾ കമ്പനി മാറ്റി. BS4 മോഡൽ വണ്ടിയിൽ വന്ന മാസ്റ്റർ എഡ്ജിന് ഇതില്ല. അപ്പോൾ ഈ പഴയ മോഡൽ വണ്ടികളിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇത് കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് ഇത് ഡീആക്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് മോഡൽ വന്ന വണ്ടിയുടെ CD യൂണിറ്റ് മാത്രം ഇതിനകത്തേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഹീറോ ഡ്യൂറ്റ്മെൻ്റാണ്. ആ മോഡൽ CD യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താലുള്ള മെച്ചം എന്താ വെച്ചാൽ ഓൾറെഡി ആ കംപ്ലയിൻ്റ് അവിടെ തീരുകയും ചെയ്യും. കീസെറ്റ് നമുക്ക് തൽക്കാലം മാറ്റേണ്ട ആവശ്യമില്ല. കീസെറ്റ് അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് ആ ഒരു കംപ്ലയിൻ്റ് തൊട്ട് കാണിക്കുകയില്ല. അപ്പോൾ അതായിരിക്കും കുറേ കൂടി നമുക്ക് ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഇതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഇപ്പോൾ നമ്മൾ കീസെറ്റ് മാറ്റി വെച്ചു പിന്നെ കംപ്ലയിൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ. അത് കമ്പനിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് BS3 മോഡലിൽ നിന്ന് BS4 മോഡലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ചെയ്തിരുന്ന ആ ഒരു ഫംഗ്ഷൻ അവർ ഒഴിവാക്കിയത്. ഇപ്പോൾ വന്ന BS4 മോഡൽ വണ്ടികൾ, ഇപ്പോൾ വന്ന വണ്ടികൾ പിന്നെ BS6 മോഡലാണ്. അപ്പോൾ ആ മോഡൽ വണ്ടികൾ കോമൺ ആയിട്ടില്ല. BS3 മാത്രമാണ് അത് വന്നിരുന്നത്. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ കംപ്ലയിൻസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ വന്ന കേസിൽ നമ്മൾ ഇതേപോലെ ഡീആക്ടിവേഷൻ ആക്കുകയാണ്. അതാണ് നമുക്ക് നിലവിൽ ചെയ്യാറ് കേട്ടോ. അപ്പോൾ നിലവിൽ അതിൻ്റെ അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.